सिद्धात्मिकाकरन्तमो महाराजस्य सीतात्मजो नृपः तस्याभिषेशतो यस्य मरुतस्य प्रवर्त्यवो संवर्तयाचार्यं वै महायोगी अङ्गिरसुधा मरुतस्य विदायज्ञो मरुदान्यसिकस्ना सर्वं हिरण्मयं दासे किञ्चिशाशोभनम् आवादेन्द्रसोमेन दक्षिणाकृत्यामरुतपरिवेशारो विश्वदेवा समासदा मरुतस्य तमपुत्रस्तस्य शीर्यधिवर्धिना पुत्रिसरस्वतो यज्ञे सन्देयो नरस्वः नरस्वः केवलस्य सर्वत्र गोविन्दनां कीर्तनं गोविन्दः ओम नमो भगवते वासुदेवाय तृतीयोऽध्याय श्रीसुरोवाच षड्यादिमानवो राजा ब्रह्मेक्षस्य भूरायो वाङ्गिरसासत्रे द्वितीयमहमुजिवा सुकन्या नाम तस्यास्य कन्याकमललोचना तया सार्धं मनकलोक्यागमच्चेनाश्वं सा सखी विवृता विजन्यतन्त्रिवां वने वाल्मीकिरन्त्रेतदस्य कद्याकवैव ज्योतिषे ते दैव ज्योतिरा बाला ज्योतिषकटकेन वै अविद्यो उद्धवामन्यान्या सुस्रावाः संगतवपुः शबरिमोत्र निरोधापुरसैनिकानां दर्शनाराजस्य അത് കൊടുക്കാനില്ല. അത് ഭഗവാൻ ഉണ്ടായിത്തീരും, ഒരു കുടുംബകലഹത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഞാനായിട്ടൊരു കുടുംബകലഹം ഉണ്ടാക്കണ്ട ആര് തീരുമാനിച്ചു? ദുർവാസാവ് തീരുമാനിച്ചു. വിഷ്ണുലോകത്തേക്ക് പോകുന്നത് തിരിച്ചെടുത്തു. പിന്നെ ആലോചന തുടങ്ങി. ഇനിയിപ്പോ ആർക്കാ കൊടുത്തത്? ഇപ്പൊ ആർക്കെങ്കിലും ഒന്ന് കൊടുത്ത് ഒഴിവാക്കണം. താനാണെങ്കിൽ മേടിക്കുകയും ചെയ്തു. ഇതിപ്പോ തന്റെ കയ്യിൽ വെച്ചാൽ ആകെ പ്രശ്നമാവും. എന്നാ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ അടുത്ത ആളുണ്ട്. ആരാ? രുദ്രൻ, ശിവൻ. ശിവന് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ശിവലോകത്തേക്ക് ഗമിക്കാൻ തുനിയാണ്. അപ്പൊ ആ ബോധോദയം വന്നു. അയാൾക്ക് എന്തിനപ്പൊ ഈ മാല? ആഴത്തോലുത്തരീയവും പുലിത്തോല അടയും ചാർത്തി അല്ലേ? ആഴത്തോലുത്തരീയാണ്, പുലിത്തോല അടയാണ്. തൊഴിലാണെങ്കിൽ ഒരുപാട് ചൊല്ലാണ്ട് ശാപം കേട്ടതോട് കൂടിയിട്ട് ഇന്ദ്രന് ആകെ പ്രയാസായി. ഇന്ദ്രൻ ദുഃഖിച്ചു. എന്നിട്ട് പറഞ്ഞു, അടിയനറിഞ്ഞിക്കഥമാവുന്ന് വിലൻ കൈവരാനവനോട് ദോഷം ഇന്ന ദോഷമല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ മുടിയൊന്ന് തീർന്നാൻ വേണ്ടിയിട്ട് മസ്തകത്തിൽ വെച്ചതാ. പക്ഷെ ആ കൈവരണ്ടല്ലോ അയ്യാവതം, അവരാണിപ്പോ ഈ പണിയൊക്കെ വലിച്ചത്. അതുകൊണ്ട് അങ്ങിപ്പോ ശാപം എന്തായാലും നൽകി ശാപം വലിച്ചേ പറ്റൂ. പക്ഷെ ഒരു ശാപമോക്ഷം അങ്ങ് തന്നെ തരണം. അതിനെന്താ വഴി എന്നുള്ളത് പറഞ്ഞു തരൂ. ഇപ്പൊ ദുർവാസാവ് പറഞ്ഞു, ശ്രീരാമുതി വദനം ചെയ്ത് അമൃത് പാലമെടുത്ത് പൂജിച്ചാൽ ശ്രീരാമുതി വദനം ചെയ്യാം, അമൃത് എടുക്കുക, അത് പൂജിച്ചാൽ സർവ ഐശ്വര്യങ്ങളും വീണ്ടെടുക്കാം. അല്ലാത്തോടത്തോളം കാലം അത് സാധ്യമല്ല എന്നും പറഞ്ഞ് മുനി അവിടുന്ന് പറഞ്ഞു. ഇനിയുള്ള കഥയും കൂടെ പറയുന്നില്ല. ദേവേന്ദ്രൻ അവിടെ നിന്ന് നേരെ എവിടെ പോയി? ഈ സങ്കടം ഉണർത്തിക്കാൻ. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ കഥ കേട്ടുവന്നു. ഗരുഡനെ ഓർമ്മയിച്ചു. ഗരുഡൻ കൊണ്ടുവന്നു ഇല്ലേ? ഇല്ല, ഗരുഡൻ കൊണ്ടുവന്നില്ല. ഗരുഡനൊരു ഗർഭമുണ്ട്, ഭഗവാനറിയാം. എന്താ കാരണം? ഗരുഡന്റെ പുറത്ത് കയറിയിട്ടാണ് താൻ യാത്ര ചെയ്യുന്നത്. ഗരുഡൻ ഇല്ലെങ്കിൽ വിഷ്ണു എവിടെയാവും ഒന്ന് ശമിപ്പിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ ഗരുഡ ഭഗവാനെ പറഞ്ഞയക്കാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, വാസുകിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വാസുകി പറഞ്ഞു, സാധ്യല്ല, എന്നോട് സ്വാമി പുരാന്തകൻ അരുളിയിൽ അന്നേരത്തിക വന്നിടാം ഞാൻ. അല്ലാതുള്ളവർ ആരുത ചെയ്താൽ വിദ്യപുരുക്കം തെല്ലു നമുക്ക്. നീ പോ, നിന്റെ പണി നോക്കി പോന്ന. നിന്റെ അമൃതനേത്രം പറഞ്ഞാലൊന്നും ഞാൻ വരില്ല. എന്റെ സ്വാമി ഉണ്ട് പുരാന്തകൻ, അദ്ദേഹം പറയണം. അദ്ദേഹം പറഞ്ഞാലേ ഞാൻ കരുതു. വെറുതെ ഒന്ന് ഇളക്കി നോക്കിയതാ ആരെ? ഗരുഡനെ. ഗരുഡൻ പറഞ്ഞു, ഇങ്ങനെ നീ പറഞ്ഞാൽ നിന്നെ കൊത്തിയെടുത്ത് പറക്കുന്നു. എന്നാ അതൊന്ന് കാണട്ടെ, നിനക്ക് പറ്റിയെങ്കിൽ എന്നെ ഒന്ന് കൊത്തിയെടുത്ത്. ഗരുഡൻ ഒരു മടക്കാക്കി കൊത്തി. എന്നിട്ട് തന്നെ ആ ചുണ്ടത്ത് ആ കൊക്കിലും കടിച്ചു പിടിച്ചു. മറക്കാൻ പറ്റുന്നില്ല, പൊന്താൻ പറ്റുന്നില്ല. നോക്കുമ്പോ എന്താ, ഒരു മടക്കിനേക്കാൾ കൂടുതൽ താഴത്തേക്ക് ബാക്കിയിട്ടുണ്ട്. അപ്പൊ 4 മടക്കാക്കി നോക്കി. അപ്പൊ 40 മടക്ക് ബാക്കിയുണ്ട്. 10 മടക്കാക്കി നോക്കി. അപ്പൊ 100 മടക്ക് ബാക്കിയുണ്ട്. അങ്ങനെ കൂട്ടി 50 മടക്കായി, 100 മടക്കായി. എത്ര മടക്കുന്നു അതിന്റെ ഇരട്ടിയുടെ
കെട്ടി ഭൂമിയിലേക്ക് വന്നു. ഇക്ഷിതി തന്നിൽ പാരം അതിൽ അല്പമുണ്ട് എന്നാണ്. ആ ഭൂമിയിൽ അല്പമേ ആരുടെ കൊക്കിലുള്ളൂ, ഗരുഡന്റെ കൊക്കിലുള്ളൂ. അതിനും കൂടുതൽ ഭൂമിയിലുണ്ട്. ഗരുഡനാകെ കുഴഞ്ഞു. ബൂസ്റ്റ് കഴിച്ചിട്ടും കാര്യമില്ല, ഓർലിക്സ് കഴിച്ചിട്ടും കാര്യമില്ല എന്നുള്ളത് ഗരുഡന് മനസ്സിലായി. അതുകൊണ്ടൊന്നും ഇത് ഒത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയൊരു കാര്യം ചെയ്യാം, തടി കിട്ടണമെങ്കിൽ ഇതിവിടെ ഇട്ട് പോവുക നല്ലത് എന്ന് ഉറപ്പാണ്. കുണ്ഠനകാദികളെ കൊണ്ടവനും കുണ്ഠനി തന്നെ എടുത്തു പറഞ്ഞു. നിന്റെ ശരീരം മാത്രം കിട്ടിയാൽ കിട്ടി. അതുകൊണ്ട് പാമ്പിനെ ഇവിടെ ഇടുക നല്ലത്. പൊത്തിയ പാമ്പിനെ അവിടെ തന്നെ ഇട്ടു. ഗരുഡൻ നേരെ ഇവിടെ എത്തി, ഭഗവാന്റെ അരികിലെത്തി. കശ്യപന് ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്തതാണ് പയോവ്രതാനുഷ്ഠാനം. ബ്രഹ്മാവ് കശ്യപന് ഉപദേശിച്ച പയോവ്രതാനുഷ്ഠാനത്തെ കശ്യപൻ അതിഥിക്ക് ഉപദേശിച്ചു കൊടുത്തു. എങ്ങനെയാണ്? 12 ദിവസം കൊണ്ട് എടുത്ത് ആചരിക്കേണ്ട ഒന്നാണ് പയോവ്രതം. 12 ദിവസമാണ്. എപ്പോഴത് തുടങ്ങുക? ഫാൽഗുന മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പ്രഥമ ദിവസം ആ വ്രതം ആരംഭിക്കണം. എന്നിട്ടോ അടുത്ത ത്രയോദശി ദിവസം അത് അവസാനിപ്പിക്കണം. ദിവസം 3 നേരം ഭഗവാനെ ലക്ഷ്മീനാരായണ സ്വരൂപേണ നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂത നിവാസായ വാസുദേവായ സാക്ഷിണേ പയോവ്രത സ്തുതിയുടെ ഭാഗവതത്തിൽ അത്തരത്തിലുള്ള സ്തുതികളെ കൊണ്ട് ഭഗവാനെ ഭജിക്കണം. എന്നിട്ട് ഭഗവാന് നിവേദിക്കണം പാൽപ്പായസം. ഭഗവാന് നിവേദിക്കുന്ന പാൽപ്പായസം മാത്രം ഭക്ഷിക്കണം. വ്രതനിഷ്ഠയോടെ കഴിച്ചു കൂട്ടണം. അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ മഹർഷി അതിഥിക്ക് നൽകി. ഇക്കാലത്ത് കുട്ടികൾക്ക് ആത്മീയ വളർച്ച അല്ലെ, ഇന്ന് നമ്മളുടെ കുട്ടികൾക്കൊക്കെ ആത്മീയ വളർച്ച ഇല്ലാത്തതിന്റെ കാരണം എന്താ അറിയോ? രക്ഷിതാക്കള് പ്രചോത്പാദനത്തിന് മുമ്പും പിമ്പും ഭഗവാനെ സ്മരിക്കാത്തത് കൊണ്ടാണ്. നമ്മളുടെ ദാമ്പത്യം ആരംഭിക്കുന്നത് ഭഗവാനെ ഭജിച്ചിട്ടൊന്നുമല്ല. 10 ദിവസം ഗുരുവായൂരമ്പലത്തിൽ പോയിരുന്ന് ഭജിച്ചിട്ട് ആരെങ്കിലും സ്ത്രീ പുരുഷ ചോദിച്ചാൽ അബദ്ധം പറ്റൂ. ഞാൻ ചോദിക്കുന്നില്ല, ബാക്കി ഞാൻ പറയുന്നില്ല. അത് കിട്ടാനില്ല, വെട്ടി തിന്നു എന്നുള്ള രൂപത്തിലായി. ഇതാണ് ഇന്ന് നമ്മളുടെ നാട്ടിൽ കാണുന്ന ദാമ്പത്യ ജീവിതത്തിന്റെ അവസ്ഥ. കഴിയാനിടയ്യ തുടങ്ങി. പക്ഷെ അങ്ങനെയല്ല ശാസ്ത്രം പറയുന്നത്. ഭഗവാനെ ഭജിച്ച് ഭഗവാനിൽ നിന്ന് അനുഗ്രഹം നേടിയിട്ടായിരിക്കണം. ഈ തമിഴ്നാട്ടിലൊക്കെ ഒരു മുഹൂർത്തമുണ്ട്, ശാന്തി മുഹൂർത്തം അല്ലേ? ആ മുഹൂർത്തം വരെ കാത്തിരിക്കണം സ്ത്രീ പുരുഷ ബന്ധത്തിന്. എന്താ കാരണം? ഭഗവത് ഭജനമാണ്. അത് ഇന്നത്തെ കാലത്തില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് എന്തില്ല? ആത്മീയ വളർച്ചയും ഇല്ല. അപ്പോൾ ഭഗവാനെ സ്മരിക്കാത്തത് കൊണ്ടാണ് സത്സന്താനങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാത്തത്. സത്സന്താനങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഭഗവത് ഭജന അത്യാവശ്യമാണ്. അങ്ങനെ യമനിയമങ്ങൾ പാലിച്ച് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി സത്സന്താന ലബ്ധിക്കായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടായിരിക്കണം ദാമ്പത്യ ജീവിതം ആരംഭിക്കേണ്ടത്. ഈ പയോവ്രതം അതാ ഭഗവാൻ കശ്യപ മഹാമുനി അതിഥി മാതാവിന് ഉപദേശിച്ചു കൊടുത്തു. അടുത്ത ഫാൽഗുന മാസത്തിൽ അതിഥി പയോവ്രതം ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി അനുഷ്ഠിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി വ്രതത്തിന്റെ അവസാന സമയത്ത് പൂജാഗൃഹത്തിൽ വെച്ച് അതാ തസ്യാപ്രാധരഭൂതാദാ ഭഗവാൻ അതിപൂരുഷ പീതവാസചതുർബാഹു ശംഖചക്രഗദാധര ശംഖചക്രഗദാപത്മധാരിയായിട്ട് ഭഗവാൻ അതിഥി മാതാവിന്റെ മുമ്പില് ഭഗവാൻ ദർശനം ലഭ്യമാക്കി കൊടുത്തു. സന്തോഷത്താലും ആശ്ചര്യത്താലും ആനന്ദമുറിയായി അതിഥി മാതാവ് വിവിധങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അതിഥി സ്തുതിക്കുന്ന സ്തോത്രമൊക്കെ ഭാഗവതത്തിൽ വെച്ചിട്ടുണ്ട്. പ്രസന്നനായിട്ടുള്ള ഭഗവാൻ അതിഥിയെ അനുഗ്രഹിച്ചു. അധികം താമസിയാതെ പുത്രനായിട്ട് അവതരിക്കുമെന്നും പറഞ്ഞു. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി. അസുരാദികൾ ഗുരുവിലുള്ള ഭക്തി കൊണ്ട് അജയ്യരാണ് ഇപ്പോഴെന്നും അവരെ ജയിക്കാൻ സാധ്യമല്ല, ആ സമയം വരുമ്പോൾ അത് സംഭാവ്യമായി തീരുമെന്നും ഭഗവാൻ അതിഥി മാതാവിനോട് പറഞ്ഞു.
എന്നും ഭഗവാൻ പറഞ്ഞ് എന്നെ ഭജിച്ചത് കൊണ്ട് ഫലം വ്യക്തമാകില്ല എന്നും ഭഗവാൻ പറഞ്ഞു. ആയതിനാൽ നോക്കൂ, മത്സ്യാവതാരം എന്തിനാ? നമ്മളിലൊക്കെ ഈ മത്സ്യാവതാരം ഇടയ്ക്കുണ്ട്. എന്താ അതിന്റെ വേദാന്തം അറിയോ? ആശയങ്ങളുടെ വളർച്ചയാണ് ഇവിടെ മത്സ്യത്തിന്റെ വളർച്ചയായിട്ട്. ആദ്യം കമണ്ടലിലിട്ടു, പിന്നെ പുസ്തകത്തിലിട്ടു, പിന്നെ തടാകത്തിലിട്ടു എന്നൊക്കെ അല്ലേ പറഞ്ഞത്. നമ്മളിലും അങ്ങനെ തന്നെയാണ്. ഓരോരോ ആശയങ്ങളും ഇങ്ങനെ വളരും. അത് എണ്ണമറ്റതായി തീരും. അതിന്റെ പെരുപ്പം എത്രയാണെന്ന് പറയാൻ പറഞ്ഞറിയും. ചിന്തയാനോ ഋഷികേശ അവശ്യ തന്മയം ബ്രഹ്മാവി സത്യവ്രതം കർണദ്വന്ദ്വേകതാളീതളമതിമൃദുലം മൗക്തികം നാസികായാം ഹാരോ മന്ദാരമാല പച്ചക്കല്ലൊത്ത പൂമൈ നിറവുമണികടൽ പല്ലവം മെല്ലെ മെല്ലെ വെച്ചിടുമ്പോൾ വിയച്ചിടിന മധുരിമയും പിച്ചയും വിശ്വമൂർത്തേ മച്ചിത്യ നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗിരിധര ഗോപാലനെ പാടി പുകഴ്ത്തി അല്ലേ? ഗിരിധര ഗോപാൽ ഗിരിധര ഗോപാൽ എന്ന് വിളിച്ച് ആര് നടന്നു? മീര നടന്നു. മീരയ്ക്ക് ബുദ്ധി തീർന്നോ? മീരാബായിക്ക് ബുദ്ധി തീർന്നോ? ഭഗവാനെ വിളിച്ചിട്ടും കണ്ടിട്ടും ഇല്ല. ഉത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ വസുദേവ ഗൃഹത്തിൽ ജനിക്കുമെന്നാണ് എനിക്ക് കിട്ടിയ അരുളപ്പാട്. അവന്റെ പ്രിയത്തനായിട്ട് ദേവസ്ത്രീകളും ദേവന്മാരും ഒക്കെ യദുകുലത്തിൽ ജനിച്ച് അവന് പ്രിയമായിട്ട് ചെയ്യുവാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുക. മറ്റൊന്നും കൂടി കിട്ടി. യോഗമായാദേവി ഭഗവാന്റെ കൂടെ പിറവിയെടുക്കും എന്നുള്ളതും എനിക്ക് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിർവഹിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദേവന്മാരെയൊക്കെ അതാത് സ്ഥാനത്തേക്ക് വിട്ടു. ദേവന്മാരൊക്കെ അവരുടെ വാസസ്ഥാനങ്ങളിലേക്ക് പോയി. ബ്രഹ്മാവും ബ്രഹ്മലോകത്തേക്ക് യാത്രയായി ഭഗവാന്റെ അവതാരവും കാത്തുകൊണ്ട്. അപ്പോൾ കഥ വന്നിട്ട് ഇഷ്ടിയാണ്. മധുര എന്ന രാജ്യം ശൂരസേന രാജാക്കന്മാരുടെ തലസ്ഥാന നഗരിയാണിത് മധുര. ശൂരസേനൻ എന്ന രാജാവ് തന്നെയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. ആ മധുരപുരിയിൽ വസിച്ചു. മധുരയോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ശൂരസേനങ്ങൾ എന്ന പേരുള്ള രാജ്യങ്ങളെ പരിപാലിച്ചു കൊണ്ടിരുന്നു. അതിനാൽ തന്നെ ആ മഥുര നഗരം എല്ലാ യാദവന്റെ പുത്രിയാണ് ആര്? ദേവകി. കഴിഞ്ഞു. കുട്ടീനെ തപ്പ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. എന്നിട്ടോ കുട്ടി എന്ത് ചെയ്തു? കുട്ടി ഒന്നാമത്തെ കുട്ടിയല്ലേ, എന്താ സൗന്ദര്യം! ഇന്നെ പോലെ തന്നെയാണ് കുട്ടി. അമ്മാവനെ മുറിച്ചു വെച്ച പോലെയുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ അച്ചില വാർത്തതുപോലെ. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ വസുദേവരുടെ കയ്യിൽ തന്നെ കൊടുത്തു. കാരണം 8ാമത്തെ കുട്ടിയല്ലേ എന്നെ തട്ടുള്ളൂ. അതുകൊണ്ട് ഈ 1ാമത്തെ കുട്ടിയെ അവർക്ക് കൊടുത്തു. നാരദര് പറഞ്ഞു, മനസ്സിൽ കരുതി വിദ്യാസുരൻ, നീ വെറും അസുരനല്ല, വിദ്യാസുരനാണ് എന്നുള്ള ഭാവമായി നാരദർക്ക്. എന്നിട്ട് നാരദര് ചോദിച്ചു, നീ ചെയ്തത് മഹാമണ്ഡത്തരം. കാരണം 1നെ 8ആക്കാനും 8നെ 1ആക്കാനും അല്ലെ കഴിവുള്ള മായാവിഷ്ണുവാണ്
ആ മഹാവിഷ്ണുവാണ് മായാരൂപത്തില് ദേവകിക്ക് പിറവിയെടുക്കാൻ പോകുന്നത്. ആദ്യമേ കംസന് വില കൊടുത്തു. അതുകൊണ്ട് നീ ചെയ്തത് അബദ്ധമായി. എന്താ കാരണം? കംസനിൽ ശിശുഹത്യ പാപം വളർത്തണം. ഇത് ഭഗവാന്റെ മായയാണ്. ഭഗവാന് ഇഷ്ടമില്ലാത്ത ഏറ്റവും വളരെ വലിയൊരു പാപകർമ്മമാണെന്ന് ശിശുഹത്യ. അതുപോലെ തന്നെ സ്ത്രീകളോടുള്ള നിന്ദ. ഇതൊക്കെ ഇത് ഭഗവാന് കൊടുക്കാൻ കഴിയില്ല. ആ പാപം തന്നെ അവനിൽ വളർത്തണം. അത് വളർത്താണ് പലരുടെ ലക്ഷ്യം, നാരദരുടെ ലക്ഷ്യം. നാരദര് ആ അഗ്നിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ചെല്ലാം നന്നായിട്ട് ഒഴിച്ച് അങ്ങോട്ട് പോയി. അത് എരിഞ്ഞു കത്താൻ തുടങ്ങി. കംസൻ ഉടനെ തന്നെ ചാരന്മാരെ വിട്ടു. വസുദേവനെയും ദേവകിയെയും ബന്ദികളാക്കി തൻ്റെ കാരാഗൃഹത്തിൽ കൊണ്ടുവന്ന് അടച്ചു. അപ്പോഴാണ് അടച്ചത്. എന്നിട്ട് ആ കുട്ടിയെ വധിച്ചു. അങ്ങനെ കീർത്തിമാൻ, സുഷേണൻ, ബദ്രസേനൻ, ഋജു, സമ്മർദ്ദനൻ, ഭദ്രൻ, സംഘർഷണൻ ഭദ്രൻ മുതലായിട്ടുള്ള 6 കുട്ടികളെ വധിച്ചു. എന്നാൽ ഇപ്പോൾ കർമ്മേഘങ്ങളൊക്കെ പോയി. എന്നിട്ടോ മാഗന്ധ മന്ദാര സുഗന്ധവാഹി മാർഗാതവണ്ണം വിരസീ സമീരൻ. നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള കാറ്റ് എല്ലായിടത്തും വീശാൻ തുടങ്ങി. അത സർവഗുണോപേത കാലപരമശോഭന. അനന്തരം അജനനായ ബ്രഹ്മാവാകുന്ന ദേവതയോടും കൂടിയിട്ടുള്ള നക്ഷത്രവും ശാന്തങ്ങളായ നക്ഷത്രങ്ങളും യർഹീവാജനജന്മർഷം ശാന്തഗ്രഹതാരകം. ശാന്തങ്ങളായ നക്ഷത്രങ്ങളും സൂര്യാദി ഗണങ്ങളും ഗ്രഹങ്ങളും സർവഗുണങ്ങളോടും കല്യാണപ്രദമായ കാലത്തോടും ചേർന്ന് അനുകൂലമായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയം നോക്കൂ. അജനാണ് ഭഗവാൻ. എന്താ അജൻ എന്ന് പറഞ്ഞാൽ ജന്മമില്ലാത്തവെന്നർത്ഥം. ആ ജനനമില്ലാത്ത ശ്രീനാരായണനിൽ നിന്നും ജനിച്ച ബ്രഹ്മാവാകുന്ന ദേവതയോട് കൂടിയ നക്ഷത്രം. ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവതയുണ്ട്. ബ്രഹ്മാവാകുന്ന ദേവതയോട് കൂടിയ നക്ഷത്രം ഏതായോ? രോഹിണി നക്ഷത്രം. ആ നക്ഷത്രം രോഹിണിയാണ്. ഇനിയോ മറ്റ് അന്യഗ്രഹങ്ങളെല്ലാം തന്നെ, നക്ഷത്രങ്ങളൊക്കെ തന്നെ ഏറ്റവും മംഗളകരമായ അവതാരത്തിന് അവരുടേതായിട്ടുള്ള അനുകൂലമായ സ്ഥാനങ്ങളിൽ അങ്ങനെ നിലയുറപ്പിച്ചു. ചന്ദ്രൻ, ഇതൊന്നും ഭാഗവതത്തിലെ പറഞ്ഞതാണ്. ചൊവ്വ, ബുധൻ, ശനി എന്നീ ഗ്രഹങ്ങൾ അവയുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയം. ലഗ്നമാണെങ്കിലോ ഇടവ ലഗ്നം. വ്യാഴം 11-ൽ വ്യാഴന്റെ ഏറ്റവും നല്ല സ്ഥാനം. ചിങ്ങം രാശിയിൽ സൂര്യൻ, തുലാം രാശിയിൽ ശുക്രൻ, വൃശ്ചികത്തിൽ രാഹു. സമയം അർദ്ധരാത്രി. അഷ്ടമി തിഥി. ആഴ്ച ബുധൻ. ഭഗവാൻ ജനിച്ച ദിവസം ഏതാണ്? ബുധനാഴ്ച. അങ്ങനെയുള്ള രോഹിണി നക്ഷത്രത്തിൽ ആണ് ഭഗവാന്റെ കൃഷ്ണാവതാരത്തിന്റെ ഗ്രഹനില ജ്യോതിശാസ്ത്രത്തില് കൽപ്പിച്ചിരിക്കുന്നത്. ദിശപ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമ പ്രജാകര. ദിക്കുകളെല്ലാം സാധിച്ചു. ആകാശം നിർമ്മലമായിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങളോട് കൂടിയതായി ഭൂമിയിലുള്ള സകല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഗോകുലത്തിലും ശുഭസൂചകമായി മംഗളപദാർത്ഥങ്ങൾ നിറഞ്ഞ് വിഭവസമൃദ്ധമായി തീർന്ന സമയം. ആർക്കും ഇപ്പോൾ യാതൊരുവിധ ദാരിദ്ര്യവും ഇല്ല. എല്ലാവരുടെയും മനസ്സ് ശാന്തമായി തീർന്നിരിക്കുന്നു. എല്ലാവരുടെ ഗൃഹത്തിലും ഇഷ്ടംപോലെ എല്ലാവിധത്തിലുള്ള വിഭവങ്ങളും ഉണ്ട്. കാരണം എന്താ? എല്ലാ വിഭവങ്ങളും നൽകുന്ന ഭഗവാൻ അതാ അവതരിക്കാൻ ആരംഭിക്കുന്നു. ഭഗവാൻ ഒന്നും കുറഞ്ഞു വേണ്ട, ഒക്കെ നന്നായിട്ട് മതി. മഴ ഇങ്ങനെ പേരാപ്പേരി മഴ പെയ്ത് നദികളിലെ ജലമൊക്കെ ആകെ കലങ്ങി മറിഞ്ഞിട്ട ഇതുവരെ ഒഴുകിയിരുന്നത്. എങ്കിൽ ഇപ്പോൾ നദ്യപ്രസന്ന സലില
ഹൃദാജനരുഹശ്രിയ ജുജാളി കുലസംനാദ തപകാവനരാജയ. നദികളിലെ ജലമൊക്കെ വളരെ നിർമ്മലമായിട്ട് തെളിഞ്ഞു നിന്നു. അഗാധമായിട്ടുള്ള നദീജല സ്ഥാനങ്ങളില് താമരപ്പൂക്കൾ വിരിഞ്ഞു നിന്നു. വനനിരകളിലൊക്കെ ചെടികളെല്ലാം പൂത്ത് പൂക്കാത്ത മരങ്ങൾ പോലും പൂത്തു നിൽക്കുന്ന അവസ്ഥ. തേനില്ലാത്തതിൽ പോലും തേൻ നുകരുന്ന അവസ്ഥ. അങ്ങനെ തേൻ നുകരുന്ന വണ്ടുകളുടെയും പക്ഷികളുടെയും മധുര ശബ്ദങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായിരിക്കുന്ന ആ സമയത്ത് വായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശുചിഃ അഗ്നയശ്ചദിദാദീനാം ശാന്താസ്തത്ര സമിന്ദതാ. വളരെ പുണ്യഗന്ധത്തെ വഹിച്ച് സുഖസ്പർശത്തോടുകൂടി ശുദ്ധമായ വായു അങ്ങനെ വീശിക്കൊണ്ടിരുന്നു. ബ്രാഹ്മണരുടെ അഗ്നികുണ്ഡങ്ങളിൽ നിന്ന് അഗ്നി ശാന്തമായി ഒരേ നേർരേഖയിലേക്ക് അങ്ങനെ ഉയരാൻ തുടങ്ങി. അഗ്നിക്ക് വിജൃംഭിത ഭാവങ്ങളൊന്നുമില്ല. അഗ്നി എങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കത്തുന്നില്ല. ഏത് നാഥനിൽ നിന്നാണോ അഗ്നി ഉത്ഭവിച്ചിട്ടുള്ളത് ആ നാഥനെ തൊഴുത് കൂപ്പി നിൽക്കുന്നത് പോലെ ഒരേ നേർരേഖയിലേക്ക് തന്നെ ബ്രാഹ്മണരുടെ ഹോമകുണ്ഡങ്ങളിൽ നിന്നൊക്കെ ആ അഗ്നി അങ്ങനെ ഉയർന്നു പൊന്താൻ തുടങ്ങി. മനാസ്യാം സൻപ്രസന്നാനി സാധൂനാമസുരദ്രുഹ ജായമാനേ ജനേ തസ്മിൻ നേതുപയോദിവി. ഇതുവരെ ഗോകുലവാസികൾക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു അവരുടെ മനസ്സിൽ. എന്താ കാരണം? കംസാദികളായിട്ടുള്ള അസുരന്മാരെ എപ്പോഴും തങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അവരുടേതെങ്കിൽ ഇപ്പോൾ അവരറിയാതെ തന്നെ അസുരന്മാരുടെ ദ്രോഹം അനുഭവിക്കുന്ന ആ സാധുജനങ്ങളുടെ മനസ്സുകളൊക്കെ വളരെ പ്രശാന്ത സുന്ദരമായി തീർന്നു, വളരെ പ്രസന്നങ്ങളായി തീർന്നു. ജന്മരഹിതനായിട്ടുള്ള ഭഗവാൻ ജനിക്കുന്ന സമയത്ത് സ്വർഗത്തില് ദുന്ദുഭി നാദങ്ങൾ മുഴങ്ങി. ജഗുക്കിന്നര ഗന്ധർവാൻ തുഷ്ടു സിദ്ധചാരണാഃ വിദ്യാധര്യശ്ച തനുതോ അപ്സരോഭിസ്സമം തദാ. ആ സമയത്ത് ഗന്ധർവന്മാരും കിന്നരന്മാരും സന്തോഷിച്ചുകൊണ്ട് ഗാനം ചെയ്തു. സിദ്ധന്മാരും ചാരണന്മാരും അതാ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്സരസ്സുകളും വിദ്യാധരികളും ചക്രം ഗദ പത്മം എന്നിവ ധരിച്ചു. മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുകും കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭം എന്ന രത്നവും അരത്തിൽ മഞ്ഞപ്പട്ടും സാന്ദ്രവും മൃദുവുമായിട്ടുള്ള മേഘം പോലെ വളരെ വളരെ സുന്ദരമായതും വിലമതിക്കാൻ കഴിയാത്ത വൈഡൂര്യാദി രത്നങ്ങൾ പതിച്ചിട്ടുള്ള കിരീടത്തിൽ നിന്നും കുണ്ടലങ്ങളിൽ നിന്നും വ്യാപിക്കുന്ന കാന്തി കലർന്നതായ തലമുടിയോടും അത്യുത്കൃഷ്ടമായ അരഞ്ഞാൻ, കടകം, വള മുതലായവ കൊണ്ട് ശോഭിച്ചിരിക്കുന്നതുമായിട്ടുള്ള ആ അത്ഭുത ബാലനെയാണ് വസുദേവര് കണ്ടത്. മിന്നും മുന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേരമാല ധന്യസ്ത്രീ വത്സസൽ കൗസ്തുഭമിടകലരും ചാരുതോരം ധാരാളം ശംഖം ചക്രം ഗദാ പങ്കജമിതി വിലസും നാലു തൃക്കൈകളോടെ സങ്കീർണം ശ്യാമവർണം ഹരിവപുരമലം പൂരയേ മംഗലം വാ. അതിമനോഹരമായിട്ടുള്ള വൈഷ്ണവ സ്വരൂപത്തോടു കൂടിയിട്ട് വസുദേവനും ദേവകി മാതാവും ഭഗവാനെ ദർശിച്ചു. അവരിൽ എന്താണ്ടായതപ്പോ? ആശ്ചര്യത്താൽ വസുദേവരുടെ കണ്ണുകളൊക്കെ വികസിച്ചു എന്നാണ്. കാരണം എന്താ? ഇവിടെ ഭഗവാൻ എങ്ങനെയാ അത്ഭുതം, അത്രയും അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വരൂപത്തെയാണ് എടുത്തിരിക്കുന്നത്. വസുദേവൻ ശ്രീഹരിയെ തന്റെ പുത്രനായി കണ്ടപ്പോൾ കൃഷ്ണാവതാരമാകുന്ന ഉത്സവത്തിലുണ്ടായ സംഭ്രമത്തോടു കൂടിയും സന്തോഷത്തിൽ നിമഗ്നനായും ബ്രാഹ്മണർക്ക് 10,000 പശുക്കളെ മനസ്സുകൊണ്ട് ദാനം ചെയ്തു. എന്താ കാരണം? അദ്ദേഹത്തിന് പ്രത്യക്ഷത്തിലുള്ള ദാനം ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല, കാരാഗൃഹത്തിലാണ്.
തന്റെ ശോഭ കൊണ്ട് പ്രസവമുറിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമ്പുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് തന്റെ കുഞ്ഞ് എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് വളരെ ശുദ്ധബുദ്ധിയായി ഭഗവാന്റെ വൈഭവത്തെ അറിയുന്നവനായി നിർഭയനായി തീർന്നിട്ട് ഭഗവാനെ നമസ്കരിച്ചു. കൂപ്പുകൈകളോടെ വസുദേവന് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഇനി വസുദേവരുടെ സ്തുതിയാണ് വായിക്കുന്നത്. ഞാനിന്ന് നിങ്ങളെ കുറച്ചു നേരം പിടിച്ചിരുത്താന്ന് വിചാരിച്ചതാ. പക്ഷെ ഭഗവാൻ ഇന്നും 6:45 നിർത്തിച്ചു. ഭഗവാൻ അറിയാം നിങ്ങളെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ഭഗവാൻ 6:45 തന്നെ ഇന്നും 6:45 6:50. ഓക്കെ, 5 മിനിറ്റ് അല്ലേ? ഇനി നമുക്ക് ആരാധിയിലേക്ക് കിടക്കാം. ഇപ്പൊ ഇവിടുന്നൊന്ന് നീറ്റ് കിട്ടുന്നെങ്കിൽ നമുക്കുള്ള പാട് എവിടേക്കാ കാര്യം വെക്കുക എന്നുള്ളതാണ്. അവതാരം എഴുതുന്നുണ്ട്. അവതാരമായി ഞങ്ങൾ പഠിച്ചു കേട്ടോ. ഞാൻ ആദ്യത്തെ ദിവസേ പറഞ്ഞു പാട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട, ഒരു കീർത്തനം പാടുന്നു. അല്ലാതെ അവതാരമായി അവതാരമായി ഇല്ല, ഒരു പാട്ട് അല്ല നമ്മൾ പാടുക. ഭഗവാന്റെ അവതാര കീർത്തനമുണ്ട്. അത് ഏതാ അറിയോ? അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. പൂന്താനം എഴുതിയ അവതാര കീർത്തനം അഞ്ജന ശ്രീധരാചാര്യ മൂർത്തേ കൃഷ്ണ അല്ലേ? അതിപ്പോ ഇവിടെ ചൊല്ലും. അത് നിങ്ങൾ കേൾക്കും. ഈ പാട്ട് പാടിയിട്ടുള്ള സപ്താഹം വേണ്ട ഇഷ്ടം. പാട്ടില്ലാതെ കിട്ടുന്നത് മതി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ അഞ്ജന ശ്രീധര ചാരോ മൂർത്തി കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ ആനന്ദാലങ്കാര വാസുദേവ കൃഷ്ണ ആനന്ദമുഖയാകത്തിടേണേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ശ്രീരാമരാജനിവാസ കൃഷ്ണ ഇന്നെന്റെ മുമ്പിൽ വീഴങ്ങിടേണേ ഇരേണൂലകിന്നും ജഗന്നാഥ കൃഷ്ണ ഇരഞ്ചു വണങ്ങിടുന്നേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഉണ്ണി ഗോപാലക മലനേത്ര കൃഷ്ണ ഉള്ളത്തിൽ വന്നോ വീഴങ്ങിടേണം പൂരിയിൽ വന്നോ വീരനാഥ കൃഷ്ണ പൂരം കൂടാതെ തോണിച്ചിടേണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ എന്നുള്ളിൽ
എന്നുണ്ണി ഗോപാല വിപീഡനേ എടല കടനോ തുല്യമൂർത്തി കൃഷ്ണ ചെറിയ മോദാനയോനിക്ക കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഐഹികമായ സുഖത്തിലാകോ കൃഷ്ണ അയ്യോ എനിക്കൊരു മോഹമില്ലേ ഒട്ടല്ല കൗതുകം അന്തരംഗ കൃഷ്ണ മോഹത്തിലുമേനി ഭംഗി കാണാം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഓടെ കൂടെ വീടി മേടമോടെ കൃഷ്ണ ഓടി വരികന്റെ ഉപകാര ഔദാര്യ കോമള കേളി ജീര കൃഷ്ണ സൗഭാഗ്യ സങ്കൽപ്പമതിദാനേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ അംബോജലോചന നിൻപാദ പങ്കജം അൻപോടു ഞാനിതാ കുമ്പിടുന്നേ അത്യന്ത സുന്ദര നന്ദഗോപു കൃഷ്ണ അത്തൽ കാടഞ്ഞെന്നെ പാലിക്കണേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ മോഹന കൃഷ്ണി ഗോലേശ്വര കൃഷ്ണ മോഹന കൈതോടുന്നേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗായ നമോ മുകുന്ദമുരാരേ ശരണം മേ തവ ശരണയുഗം ഗുരു പവന സുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ശരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ശരണയുഗം ശംഭോ ശങ്കര പാർവത ശിവ ശരണം മേ തവ ശരണയുഗം ജഗവാഹന മോദന ശരണം മേ തവ ശരണയുഗം ഹരിധര പുത്ര ആശ്രിതവത്സല ശരണം മേ തവ ശരണയുഗം നന്ദകുമാര നവനികശോര ശരണം മേ തവ ശരണയുഗം കൃഷ്ണ ശരണം മേ തവ ശരണയുഗം ഗുരുപവന പുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ശരണയുഗം കൃഷ്ണ ശരണം മേ തവ ശരണയുഗം കൃഷ്ണ ശരണം
ശിവായ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ സർവനൈനജം വാ മാനസം വാ പരാധം വീരമവിഹിതം വാ സർവമേധം ക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ലോകാ സമസ്താ സുഖിനോ ഭവന്തു.